ഇതെന്താണെന്നറിയോ? ഇതാണ് ഞാൻ ഒരു ഓടേൻ്റെ ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നോ? ഓടയും ഇഞ്ചയും. അതിനകത്ത് ഞാനൊരു പാടയില എന്ന ഒരു മരുന്നിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. ഇതാണ് പാടക്കിഴങ്ങെന്ന് കേട്ടിട്ടുണ്ടോ? അതിൻ്റെ വള്ളിയും ഇലയുമാണിത്. ഇത് പലരും പല രീതിയിലും പറയുന്നുണ്ട്. ഇത് ഇതിൻ്റെ കിഴങ്ങ് ആഴത്തില്ല. സാധാരണ കിഴങ്ങ് തന്നെയാണ്, ആഴത്തിലേക്കല്ല പോയേക്കുന്നത്. അതിൻ്റെ ഇല കിഴങ്ങ് ഔഷധമാണ്. പക്ഷേ ആ ഔഷധത്തെക്കുറിച്ച് അതെങ്ങനെ ഉണ്ടാക്കി കഴിക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഇതിൻ്റെ ഇലയിൽ നിന്നും ഇല എടുത്തിട്ട് ഇതിൻ്റെ ഒരു 5-6 ഇല എടുക്കണം. തളിപ്പാണെങ്കിൽ ഒന്നും കൂടി ഒരു 5 ഇല മതി. അത് രാവിലെ അരച്ച് പിന്നെ മരുന്ന്, ആയുർവേദ മരുന്ന്, മരുന്നൊക്കെ സേവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ കഴിക്കാവുള്ളൂ. പിന്നെ ആയുർവേദത്തിനെന്ന് പറഞ്ഞാൽ കഷായങ്ങളൊക്കെയാണ് വൈകുന്നേരം കഴിക്കുക. കഷായം കഴിക്കുന്നത് വൈകുന്നേരം കഴിക്കാം, രാവിലെയും കഴിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു 5-6 ഇല എടുത്തിട്ട് അരയ്ക്കണം. നല്ലോണം അരയ്ക്കണം. അരകല്ലേൽ കല്ലേൽ അരയ്ക്കണം. അരച്ചെടുത്ത് ഇച്ചിരി അതിനകത്ത് അരച്ച് ഇച്ചിരി കഴിയുമ്പോൾ അത് വെള്ളത്തിൽ കലക്കി കഴിയുമ്പോൾ അപ്പം പോലെ ഉറഞ്ഞു വരും. എന്നിട്ട് എടുത്ത് കൈ പിടിക്കുക. അലിവ പോലെ ഉണ്ടാകും. ഇത് അലിവ പോലെ ഉണ്ടാകും. പക്ഷേ ഈ മരുന്നിൻ്റെ ആ 5-6 പച്ചവെള്ളത്തിൽ അരച്ചാൽ മതി. പച്ചവെള്ളം പറ്റൂലാത്തവർക്ക് മാത്രം. പച്ചവെള്ളം കഴിച്ച് ശീലിക്കണം. ഈ വെള്ളം എല്ലാം ചൂടുവെള്ളം തണിച്ച്, ഇന്നത്തെ സാഹചര്യമായതുകൊണ്ടാണ് ഞാൻ ചൂടുവെള്ളം തണുപ്പിച്ച് ചെയ്യാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇത് കുടിക്കണം. സ്ത്രീകൾക്കുണ്ടാകുന്ന വെള്ളപ്പോക്ക്, ഉഷ്ണരോഗം എന്ന് പറയുന്നത്, അതൊരു 7 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ആ രോഗം മാറിക്കിട്ടും. പൂർണ്ണമായും മാറിക്കിട്ടതാണ്. ഈ ഇല കഴിച്ചാൽ മതി. കാരണം ഇത് മറ്റുള്ളവർ കാണിച്ചു തരുന്ന പോലെ, അല്ലെങ്കിൽ രോഗിയെ കാണിച്ച് തന്നിട്ട് രോഗി ഇവർ 10 പേര് രോഗം മാറി എന്നിട്ട് അവരുടെ അഭിപ്രായം നിങ്ങളോടൊന്നും പറയിക്കില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. എൻ്റെ വ്യക്തിത്വം, എൻ്റെ മരുന്ന്, എൻ്റെ ചികിത്സ, അത് എൻ്റെത്. പക്ഷേ ഒരു വ്യക്തി നമ്മളെ വൈദ്യനെ തേടി വരുന്നത് മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനല്ല. ആ കാഴ്ചവെക്കുന്നത് അത് ഏറ്റവും അപരാധമായി ഞാൻ കണക്കാക്കുന്നത്. അവർ രഹസ്യമായി പറയേണ്ടത് നമ്മൾ പരസ്യമാക്കിപ്പെടരുത്. അവർക്ക് രഹസ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒന്ന് വൈദ്യനോടും ഡോക്ടറോടും, ഒന്ന് പോലീസിനോടും വക്കീലിനോടാണ് രഹസ്യങ്ങൾ പറയുന്നത്. വേറെ ആരോടും പറയില്ല. അതിന് വേണ്ടിയിട്ട് അവരുടെ രഹസ്യങ്ങൾ എന്തു ആയിക്കോട്ടെ, എന്ത് പ്രശ്നമായിക്കോട്ടെ, എന്ത് രോഗമായിക്കോട്ടെ, എന്ത് ഇതായിക്കോട്ടെ പറയില്ല. ഒരാളെ പോലും ഞാൻ കാണിച്ചു തരികയോ പറഞ്ഞു തരികയോ ഇല്ല. അവർ എന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മുഖം വീഡിയോയിൽ കാണിക്കാത്തത്. എൻ്റെ ആൾക്കാർക്ക് എന്നെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതും. മനസ്സിലായോ? പിന്നെ ഇതിൻ്റെ ഇല അതുപോലെ തന്നെ നമ്മളൊരു 6-7 ഇല വെള്ളത്തിൽ അരച്ച് കുടിച്ചാൽ, രാവിലെ അരച്ച് കുടിക്കുവാണെങ്കിൽ ഒരു 7-8-10 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ മൂത്രസഞ്ചിയിലെ കല്ല് തെറിച്ചു പോകുമെന്ന് പറഞ്ഞാൽ പൊടിഞ്ഞു പോകും, അലിഞ്ഞു പോകും. അതാണിനും പെണ്ണിനും കഴിക്കാം. മാത്രമല്ല നമ്മുടെ ശരീരം മുറുകിയുള്ള അമിതമായ വേദന, ശരീരത്തിൻ്റെ വേദന, വൃക്കയിലെ, മൂത്രസഞ്ചിയിലെ, മൂത്രനാളത്തിലെ, പുരുഷന്മാരുടെ വൃഷ്ണത്തിലെ ഈ വേദന മാറാൻ ഇത് കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ഈ വേദന മാറിക്കിട്ടും, പൂർണ്ണമായി മാറിക്കിട്ടും. കാരണം ഇത് ശരീരത്തിന് അയവ് വരികയും അവിടെ നീരും ഒക്കെ വലിഞ്ഞു മാറി, നീരും ഒക്കെ മാറി അവരുടെ മസിലൊക്കെ റെഡിയായി അവരുടെ വേദന മാറിക്കിട്ടുന്നതാണ്. ഇതിന് 6-7 ഇലയോ അരക്കേണ്ടുള്ളൂ. എന്നിട്ട് കഴിക്കുക. ഇതിൻ്റെ വേര്, ഇതിൻ്റെ ഈ തണ്ടില്ലേ, തണ്ടൊക്കെ എന്ത് പറയുന്ന പോലെ ഇതൊരു ദൈവ ചൈതന്യമുള്ള സസ്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഈ ദൈവ ചൈതന്യം ഉള്ളത് കൊണ്ട് ഈ പുല്ല്, ഈ ഊമൻ, കൂമ എന്ന് പറയുന്ന പക്ഷികൾ വെച്ചാൽ ഈ പക്ഷിപീഡ എന്ന് പറയുന്ന രോഗത്തിന് ഉത്തമമാണ്. ഇത് കുട്ടികൾക്ക് സന്ധ്യസമയത്ത് അമിതമായി കരയുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ തണ്ട് കൊണ്ട് 3 വള്ളി നൂർത്തെടുത്ത് 3ആയി അരയെ ചുറ്റി കൊടുക്കും. അന്നേരം കരച്ചിൽ നിൽക്കും. അങ്ങനെയുള്ള ഒരു ഔഷധമാണിത്. ഇതിനൊക്കെ നമ്മളിത്
വീഡിയോയിൽ ഇട്ട് തന്നെ കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ കിഴങ്ങിനെക്കുറിച്ചും ഇതിൻ്റെ മരുന്നിൻ്റെ ഔഷധക്കുറിച്ചും പറഞ്ഞു തരാത്തത്. ഇത് രാസഘടനയിൽ ഇതിനകത്ത് കുടുംബസസ്യത്തിൻ്റെ ഇതിൻ്റെ കൊല പോലെ ആണ് ഇതിൻ്റെ കായ ഉണ്ടാകുന്നത്. മുന്തിരി കൊല പോലെ ഉണ്ടാകും, പക്ഷെ കുഞ്ഞു കായായിട്ട്. പക്ഷെ അതൊക്കെ ഔഷധമാണ്. കുരുമുളക് പോലെ തന്നെ ഒരു ഔഷധമാണ്. അത് നമുക്ക് പറയാൻ കഴിയാത്ത വിധം. കാരണം വൃക്ക ഈ രോഗികൾക്ക് ഇത് ഉത്തമമാണ്. മനസ്സിലായോ? ഇത് കഴിക്കുമ്പം പിന്നെ ഇത് തണുപ്പാണ്. കാരണം ആസ്മയും ചുമയും ഉള്ളവർ ചൂടുവെള്ളത്തിൽ കഴിച്ചാലും അരച്ച് കുടിക്കാം, എന്നാലും മാറും. ഇത് തണുപ്പാണ്. നമ്മൾ തലയിൽ തേക്കാം, താളിയായി ഉപയോഗിക്കാം. ഇത് താളിയായിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലയിലെ ചേറും ചെളിയൊക്കെ പോകും. പക്ഷേ അതിനേക്കാളും നല്ലത്. പക്ഷേ ഇതിനൊരു കാര്യമുണ്ട്, ഇത് താളിയായി ഉപയോഗിച്ചാൽ നരയെ അകറ്റൂല, മുടിയുണ്ടാകും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് എല്ലാവരും ഒരു മരുന്ന് കണ്ടപ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ടാകുമെന്നും പറഞ്ഞു ധരിക്കരുത്. ഓരോ മരുന്നിനും ഓരോ ഇതിഹാസങ്ങളിലൂടെയാണത് നിർമ്മിക്കപ്പെട്ടത്. അതിൻ്റെതായ ഒരു ഇതിനൊരു ശാസ്ത്രനാമമുണ്ട്. അതും അറിയാവോ? ഇതിനൊരു ശാസ്ത്രനാമമുണ്ട്. കുടുംബസസ്യമാണ്, സംസ്കൃത നാമത്തിൽ അറിയപ്പെട്ടതാണ്. അങ്ങനെയുള്ള സസ്യങ്ങളാണ്. എല്ലാ സംസ്കൃത നാമം എല്ലാത്തിനും ഉണ്ട്. പക്ഷേ ഇവിടെ ഓരോ വെച്ചാൽ ദശമൂലം, ദശപുഷ്പം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഓരോ ശാസ്ത്രനാമത്തിൻ്റെ അതിൻ്റെ കുടുംബയോഗ്യമായ അടിസ്ഥാനങ്ങളുണ്ട് ഓരോ മരുന്നിനും. അത് ഇവർക്കൊക്കെ ദേഷ്യം വരുന്നവരാണ്. ദേഷ്യം ഉണ്ടാവും. അത് മാത്രമല്ല ഇതിൻ്റെ ഈ ഞരമ്പുകളുണ്ടോ, ഇത് കണ്ടോ? നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക. ഇതിൻ്റെ പുറഭാഗം ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇതുപോലെ ഇതിൻ്റെ കണ്ടോ നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം. ഇതിൻ്റെ ഞരമ്പുകൾ പോലെ തന്നെയാണ് നമ്മുടെ മാംസപേശിയിലും ഞരമ്പുകൾ ഉണ്ടാകുക. ഇതിൻ്റെ നീരാണ് ഇവരുടെ ചൊകര, നമ്മുടെ ചൊകര പോലെ. അതുകൊണ്ട് ഇവരെ മാനിക്കാത്തവർക്കൊന്നും ഇത് ബലം ചെയ്യില്ല. ഇത് മാനിച്ച് ഇതെൻ്റെ രോഗം മാറും, എൻ്റെ ഇന്ന രോഗമാണെന്ന് കണ്ടിത് ചെയ്താൽ ഇത് 100 മേനി നിങ്ങൾക്ക് കൊയ്യും. പക്ഷെ ഇതിനെ ബഹുമാനം കാണിക്കാതെ ഇതിനെ അപമാനിച്ചുകൊണ്ട് ഈ മരുന്ന് ഇതാണോ എന്ന് ഇതും കൊണ്ടൊന്നും അങ്ങനെയല്ല. ഇതൊരു കാട്ടുസസ്യത്തിൻ്റെ ഇതിൻ്റെ എല്ലാം വായു, ഇതിൻ്റെയൊക്കെ ഓക്സിജനൊക്കെ ശ്വസിച്ച് നിങ്ങളെല്ലാവരും നിൽക്കുന്ന എല്ലാത്തിൻ്റെയും, ഒന്നിൻ്റെ എന്നല്ല എല്ലാത്തിൻ്റെ. അതുകൊണ്ട് ഇവരെ അപമാനിക്കുമ്പോൾ അത് സ്വയം അപമാനവും. ഇന്ന് കണ്ടില്ലേ ഓരോരുത്തരും മരണപ്പെടുന്നത് കാണുന്നില്ലേ? നിങ്ങൾക്ക് ചെറിയ പ്രായക്കാർ ഇന്ന് ഓക്സിജൻ ശ്വസിക്കാൻ വായു ഹൃദയത്തിലേക്ക് കടന്ന് എല്ലാ അറകളിലും എത്താത്ത വിധത്തിലാണ് അവർ മരണപ്പെടുന്നത്. പെട്ടെന്നാണ് അവർ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. എന്തുകൊണ്ടാണ്? എല്ലാ വായു അറകളിലും ഓക്സിജൻ എത്തുന്നില്ല. ഇത്രയും സസ്യങ്ങളുണ്ടായിട്ടും എത്താത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ദുഷ്ടത നിമിത്തമാണ്. അതുകൊണ്ട് നിങ്ങൾ അറിയാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അറിയാനുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതുതന്നെ നമ്മളെ മറ്റുള്ളവരെ പിന്നെ പരിഹാസികൾ എൻ്റെ വീഡിയോ കാണരുത്. അത് തിരിഞ്ഞു പോലും നോക്കണ്ട. എനിക്ക് അഭിപ്രായം ഇഷ്ടവുമല്ല. ഇഷ്ടമുള്ളവർക്ക് മാത്രം ഓരോ വീഡിയോ കണ്ടാൽ മതി. ഇത് ഞാൻ ഇടുന്നത് മെലിഞ്ഞിരിക്കുന്നവർ, ക്ഷീണിച്ചിരിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് കഴിക്കാവുന്നതാണ്. മനസ്സിലായോ? അവർക്ക് വൃഷ്ണമായ രോഗത്തിനും പൊക്കിളി ചുറ്റും വേദനയുള്ളവർക്കും വയറ്റിലെ അസുഖങ്ങൾക്കും ഗ്യാസിനും ഒക്കെ ഉത്തമമായ മരുന്നാണ് ഇത്. ഒരു 4-5 ഇല എടുത്ത് അരച്ച് ഒരു 6-7 ദിവസം കഴിക്കുക. മെലിഞ്ഞിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമാണ് ഇത് കഴിച്ചതിന് ശേഷം അവർക്ക് സ്വപ്നാടനം എന്ന് പറയുന്ന രോഗം പോലെയാണ് ഉഷ്ണരോഗം എന്ന് പറയുന്ന രോഗവും. അപ്പം പുരുഷന്മാർക്കും പെൺകുട്ടികൾക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാവുന്ന, എല്ലാവർക്കും കഴിക്കാം. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇത് നമ്മൾ പച്ചയ്ക്ക് കടിച്ചു പറിച്ചൊക്കെ തിന്നാം. ഇത് ആടിൻ്റെ ഇഷ്ടഭക്ഷണം കൂടിയാണ്. മനസ്സിലായോ? ആട്ടിൻ്റെ ഇഷ്ടഭക്ഷണമാണ് ഇതൊക്കെ. അപ്പം നമ്മൾ ചെയ്യേണ്ട മരുന്നുകൾ ഇതേപോലെ ചെയ്യുക. എന്നിട്ട് അവർക്ക് ഇത് കഴിച്ചതിന് ശേഷം ആരോഗ്യത്തിനുള്ള ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് വിശപ്പുണ്ടാകും. ഈ ഉഷ്ണരോഗമൊക്കെ മാറി വിശപ്പുണ്ടായി കഴിയുമ്പോൾ അവരുടെ ശരീരം നന്നാകും. അതുതന്നെ ഗർഭപാത്രത്തിൽ ചൂട് കൊണ്ടാകുന്ന ആ അസുഖങ്ങളൊക്കെ ഉണ്ടാകും. പുരുഷന്മാരുടെ ശരീരത്ത് അമിതമായ ചൂടുള്ളവർക്കും സ്ത്രീകൾക്ക് അമിതമായ ചൂട്, ശരീര ഹീറ്റ് ഭയങ്കര ഹീറ്റാണെങ്കിൽ ഇത് രാവിലെ കുറച്ച് ദിവസത്തേന് ഒരു 6-7 ദിവസം
ഇത് അരച്ച് തിന്നുക. എപ്പോഴും അല്ല കഴിക്കുക, എപ്പോഴും കഴിക്കുന്നതിൻ്റെ അല്ല, അതിനൊക്കെ ഒരു നമ്മൾ എന്ത് കഴിക്കുന്നതിനും ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് അനുസരിച്ചാണ് നമ്മൾ കഴിക്കുക. അതുകൊണ്ടാണ് 6-7 ദിവസം കഴിക്കാൻ പറയുന്നത്. 6-7 ദിവസമല്ല, 6-7 ദിവസം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 ദിവസം കഴിക്കേണ്ടതാണെങ്കിലേ 3 ദിവസം കഴിക്കാവുള്ളൂ. ഇത് 7 ദിവസം വരെയും കഴിക്കണം. ശരീരത്ത് അമിതമായ ചൂട് ഉള്ള പുരുഷന്മാർക്ക് മാസത്തിൽ ഇതൊരു 10 ദിവസം വെച്ച് കഴിക്കാം. തണുപ്പായിരിക്കും, ശരീരത്ത് തണുപ്പുണ്ടാകും. ആസ്മ രോഗികൾ അല്ലെങ്കിൽ ചുമയുള്ളവർക്കും ശ്വാസം മുട്ടുള്ളവർക്കും കഴിക്കുന്നതിനല്ല, പക്ഷേ വയറ്റിലെ അസുഖം കൊണ്ട് ഇത് കഴിക്കാതിരിക്കാൻ നിർത്തില്ല. അന്നേരം ചൂടുവെള്ളത്തിൽ കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ പൊടിച്ച് കഴിച്ചാൽ മതി. തണുപ്പാണ്, അത് പ്രത്യേകം പറയാം. തണുപ്പാണ്, ശീതപിത്തമുള്ള മരുന്നാണ്. അപ്പോൾ അതിൻ്റെതായ തണുപ്പ് ഇതിനകത്തുണ്ടാകും. തണുപ്പുണ്ടെങ്കിലും ഇത് നല്ലതാണ്. കണ്ണിന് കുളിർമ കിട്ടും, കണ്ണിന് ഞരമ്പുകൾക്കെല്ലാം കുളിർമയേകുന്നതാണ്. നമ്മൾ ഐസും കട്ട ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് കഴിക്കുന്നതല്ല, ഇത് മഞ്ഞ് കട്ട എടുത്ത് തിന്നുന്നതല്ല, ഐസും ഫ്രിഡ്ജിൽ വെച്ച വെള്ളം കുടിക്കുന്നതല്ല, ഐസ്ക്രീം അല്ല. ഇത് ഓർക്കുക. കാരണം ഇതിൻ്റെ ആ മരുന്നിൻ്റെ ഔഷധം കൊണ്ടാണ് അങ്ങനെ തണുപ്പ് വരുന്നത്. ഓരോന്നിനും ഓരോ ഔഷധക്കൂട്ടാണ്. എല്ലാവരും പറഞ്ഞ് വെളുത്തുള്ളി കഴിക്കരുതെന്നൊക്കെ. വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ പറയട്ടെ, ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലേ ക്യാൻസർ രോഗിയൊക്കെയും വൃക്ക രോഗിയുടെയൊക്കെ, നിങ്ങളത് പോയി കണ്ട്. അതുപോലെ നന്നാറി എങ്ങനെ കഴിക്കണം, നന്നാറി എന്തിനൊക്കെ ഉപയോഗിക്കാം, അത് കഴിച്ചോണ്ടിരിക്കും. നിങ്ങളത് നോക്കി അതിനകത്ത് എന്താണോ പറഞ്ഞത് അത് ചെയ്യ്. ഇതൊക്കെ ക്യാൻസർ രോഗത്തിന് ഉത്തമമാണ്. അത് നിങ്ങൾക്കറിയാവോ? ഇതൊക്കെ ക്യാൻസറിൻ്റെ കിഴങ്ങൊക്കെ അത്യുത്തമമാണ്. കുട്ടികളുണ്ടാകും, മനസ്സിലായോ? ഇതിൻ്റെ കിഴങ്ങൊക്കെ കഴിക്കുന്നവർക്ക് കുട്ടികളുണ്ട്. പക്ഷെ അത് ഉണ്ടാക്കുന്ന രീതി, അത് നമ്മൾ അതിനകത്ത് വെള്ളത്തിലിട്ട് അരച്ചെടുത്ത് അതിനകത്ത് ഇത് ശുദ്ധി ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ കിഴങ്ങ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ നമ്മളത് ഈ ശതാവലിക്കിഴങ്ങിൻ്റെ അതേ രീതി തന്നെയാണ് ഇതിനുള്ളത്. അതുകൊണ്ട് ഇതിന് പ്രത്യേകതയുണ്ട്. അത് നന്നാറി പറഞ്ഞു തരുന്ന പോലെ ആ കിഴങ്ങ് ഇന്ന പോലെ ചെയ്തു പറയാൻ പറ്റത്തില്ല. അതിൻ്റെ രീതിയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അതങ്ങനെ പറയില്ല. കാരണം അതല്ല പറഞ്ഞ ഒരു മരുന്ന് ഇനി ഇഷ്ടമില്ലാത്ത ഇത് നിങ്ങൾക്ക് തരുന്ന പോലെ ഇതിൻ്റെ കിഴങ്ങിനെ നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് നിരത്തി. കാരണം ആയുർവേദ മരുന്നോ നാട്ടുമരുന്നോ അതിൻ്റെ കിഴങ്ങളോ പച്ചയിലകളോ സമൂഹത്ത് ഇറക്കി പ്രദർശിപ്പിക്കാൻ പാടില്ലാത്തതാണ്. ഇത് ഗതികേട് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഇറക്കി തരുന്നതാണ്. അല്ലാതെ നിങ്ങൾക്കറിയാവോ, രാവിലെ ഞാനൊരു വീഡിയോ എടുത്തു, ആസ്മയുടെ രോഗത്തിന് വേണ്ടിയിട്ടും സൂര്യപ്രകാശങ്ങൾ എന്തോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ എന്തൊക്കെയോ വന്ന് വിളങ്ങുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. എനിക്ക് ഈ വീഡിയോകൾ ഞാൻ ഇടുന്നതിൻ്റെ പേരിൽ നല്ലോണം എതിർപ്പുള്ളവരുണ്ട്. നല്ലോണം എതിർപ്പ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് വമ്പൻ കൊലശക്തികളായിരിക്കും എന്നാണ് ഞാൻ വരിക. അപ്പോൾ അന്നേരമാണ് നമുക്ക് വല്ലാത്ത മൂക്കുവാലും അസ്വസ്ഥതയൊക്കെ വരുന്നത് വീഡിയോ ഇടുമ്പം തന്നെ. അപ്പോൾ ഇന്ന് ഞാൻ 3 പ്രാവശ്യം ആ വീഡിയോ ഇടാൻ നോക്കിയിട്ട് വീഡിയോയിലല്ല നമ്മൾ അതിൻ്റെ ഇത് എടുക്കുന്നത് കറക്റ്റായിട്ട് കിട്ടി, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ വീഡിയോയിലേക്ക് അങ്ങോട്ട് പകർത്തുമ്പോൾ അതിനകത്ത് ബ്ലാക്കാണ് വരുന്നത്. ബ്ലാക്ക് ഒറ്റ ഒരു വാക്ക്, എൻ്റെ ശബ്ദം കേൾക്കാം, അതിനകത്തൊന്നും കാണാനില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ബാധിച്ചത്. അപ്പം നമ്മളത് ഇട്ടില്ല. കാരണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണാനും കണ്ടിട്ട് അത് എന്താണെന്ന് അറിയാനാണ് ഞാൻ ഇട്ടത്. നാളെ രാവിലെ അത് എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം. അതുപോലെ ഈ മരുന്ന് നിങ്ങൾ കഴിക്കുന്നവർ കഴിച്ചോ, അത്യുത്തമമായ മരുന്നാണ് ഇത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഉഷ്ണരോഗികൾക്കും അമിതമായ ഉഷ്ണം കൊണ്ടുണ്ടാകുന്ന നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഇത് കഴിക്കുമ്പോൾ മൂത്രം നന്നായി പോകാനൊക്കെ നല്ലതാണ്. വൃക്കരോഗിക്ക് നല്ലതാണ്. മൂത്രസഞ്ചിയിലുണ്ടാകുന്ന കല്ല് അലിഞ്ഞു പോകും, നീര് മാറിക്കിട്ടും. മൂത്രസഞ്ചിയിലും വൃക്കയിലുള്ള നീരും പോകുന്നതാണ്. മനസ്സിലായോ? അപ്പം നമ്മളിത് ഞാനൊക്കെ ഇത് കഴിക്കുന്നതായിരുന്നു. ഞാനെല്ലാം വല്ലപ്പോഴൊക്കെ എടുത്ത് കഴിക്കുന്നതാണ്. കാരണം നമുക്ക് നടുവേനയൊക്കെ വരുമ്പോൾ എന്നെ ചെയ്യുന്നറിയുമോ, ഇതൊക്കെ എടുത്ത് ഞാൻ കഴിക്കുന്നതാണ്. വെറുതെ ഇലയെടുത്ത് ചവച്ച് തിന്നുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിക്കാം, ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ. ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് കഴിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവമാനത്തോടെ നിന്ദനോടെ കാണുന്നവരാരും ഇത് കാണാതിരിക്കുക. അതുപോലെ മറ്റുള്ള അഭിപ്രായം പറയാതിരിക്കുക. അതെനിക്ക് താല്പര്യവുമില്ല.
കാരണം ഞാൻ പാവങ്ങൾക്കും കോടീശ്വരന്മാർക്കൊന്നുമല്ല ഇത്, ജീവനും അവരുടെ രക്ഷയ്ക്കും ഇതിനകത്തുള്ള ഇത് പിന്നെ ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ രീതിയെ മാറ്റിമറിച്ച് അവർക്കൊരു പുതിയ ജീവിതം അങ്ങനെ തോന്നുന്നവർക്ക് ഇതെനിക്ക് നല്ലതാണ്, ഇത് ഞാൻ കണ്ടാൽ എനിക്കിത് ഉപയോഗിക്കാൻ പറ്റും, എൻ്റെ ശരീരത്തിന് നല്ലതാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. കാരണം പേടിയോടെയൊന്നും ഇത് ഒരു മരുന്നും ഞാൻ ഇട്ടിരിക്കുന്ന ഒരു മരുന്നും കഴിക്കരുത്. ക്യാൻസർ രോഗികൾ ഇപ്പോഴും നിങ്ങൾക്കറിയാവോ, ഞാൻ ആ ക്യാൻസർ രോഗത്തിൻ്റെ മരുന്ന് ഒരു വ്യക്തിക്ക്, എൻ്റെ അയൽവാസിക്ക് കുറേ കാലം മുമ്പ്, അതിനു മുമ്പുള്ള ക്യാൻസർ രോഗി ഇവിടെ ഉള്ളവരൊക്കെ ഏകദേശം ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് വന്നിട്ട്. കാരണം വൃഷ്ണത്തിന് ക്യാൻസർ 6-7 ഓപ്പറേഷൻ വീണിട്ട് ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോലും 6-7 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അയാൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ചതാണ്. അവർ ഈ മരുന്ന്, ഞാൻ എന്നാ വെച്ചാൽ അടുത്തുള്ള വീട്ടിൽ അന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നിങ്ങൾ കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞായിരുന്നു. അവരെ വീട്ടിൽ കറ്റാർ വാഴപ്പോളം നട്ടുണ്ടാക്കിയിട്ട് അവർ തേനുണ്ടാക്കി പിന്നെ ചെറുതേൻ അവരെ വീട്ടിൽ തന്നെ എടുത്ത് അയാൾ സ്ഥിരം, ഇപ്പോഴയാൾക്ക് 95 വയസ്സിൻ്റെ അടുത്തുണ്ട്. ഇപ്പോഴും അയാൾ വീണത് 6 പ്രാവശ്യം കണ്ട് വീണിട്ട് ഒടിഞ്ഞ് ഓപ്പറേഷൻ ചെയ്തതിൻ്റെ പേരിലാണ് അയാൾ ഇരിക്കുന്നത്. ആരോഗ്യത്തോടെ ഇരിക്കുന്ന, വേറെ അസുഖമൊന്നുമില്ല, തലയ്ക്കും വയറിനൊന്നുമില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഈ മരുന്ന് വെച്ചാൽ ഞാൻ ക്യാൻസർ രോഗിക്ക് പറഞ്ഞ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അവർക്ക് കുറഞ്ഞ് ഇന്നും ഉണ്ട്. അവർ എത്രയോ വർഷം എന്നറിയാവോ. വീഴുന്നതിനും നട്ടല്ലൊടിയുന്നതിനും ക്യാൻസർ ആകില്ല, അതിന് ആ മരുന്ന് ഉപയോഗിക്കേണ്ട. പക്ഷേ മുറിവുണ്ടെങ്കിൽ ഉണങ്ങും. പൈൽസ് രോഗികളും ഗർഭിണികളും കഴിക്കാതിരിക്കുക. ഓക്കെ. കറ്റാർ വാഴ, മറ്റുള്ള മരുന്ന് ഗർഭിണിക്കും കഴിക്കാം. വെളുത്തുള്ളി ഗർഭിണിക്ക് കഴിക്കത്തില്ല കേട്ടോ. പൈൽസ് രോഗിക്ക് കഴിക്കാം, ഗർഭിണിക്ക് കഴിക്കത്തില്ല വെളുത്തുള്ളി. അന്നേരം ഗർഭിണികളായവർക്ക് വേറെ മരുന്നുണ്ട്. തുളസി തന്നെ കഴിച്ചാൽ മതി. തുളസിയും പനിക്കൂർക്കയും കൂടെ തേനി ചാലിച്ച് കഴിച്ചാൽ ക്യാൻസർ രോഗം മാറിക്കിട്ടും കേട്ടോ. ഓക്കെ.